നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സബ് കളക്ടർക്ക് പിന്തുണ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ദേവികുളം സബ് കളക്ടർക്ക് പൂർണ്ണ പിന്തുണയുമായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ. ഇക്കാര്യത്തിൽ വിമുഖത കാട്ടേണ്ട സാഹചര്യം നിലവിലില്ല. നിയമപരമായ ഏത് നടപടികൾക്കും സർക്കാർ ഒപ്പം നിൽക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ. അതിനിടെ കയ്യേറ്റ വിഷയത്തിൽ എം മണിക്ക് മറുപടിയുമായി CPI. കേരളത്തിൽ നിലനിൽക്കുന്നത് തമ്പുരാൻ വാഴ്ചയല്ലെന്ന് മണി മനസ്സിലാക്കണം. നടപ്പാക്കുന്നത് സർക്കാർ നയം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മന്ത്രിസഭയിൽ പറയണമെന്നും CPI ഇടുക്കി സെക്രട്ടറി. പിടിതരാതെ കേടൽ. നന്ദൻകോട് കൂട്ടക്കൊലയ്ക്ക് കാരണം പിതാവിന്റെ സ്വഭാവ ദൂഷ്യമെന്ന പുതിയ മൊഴിയുമായി പ്രതി കേടൽ ജിൻസൺ. അച്ഛന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. സഹോദരിയും അന്ധയായ വല്യമ്മച്ചിയും ഒറ്റയ്ക്കാകുമെന്നതാണ് അവരെയും കൊല്ലാൻ കാരണമെന്നും കേടൽ. അച്ഛനെയും അമ്മയെയും ഇതിനു മുൻപും കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കൃത്യം ആസൂത്രണം ചെയ്തത് സമാന കൊലപാതക ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ കണ്ട ശേഷം ഡമ്മിയുണ്ടാക്കി പരിശീലനം നടത്തിയിരുന്നതായും ചോദ്യം ചെയ്യലിൽ കേടൽ. അമ്മയെ കൊലപ്പെടുത്തിയതോടെ മനസ്സിന് ധൈര്യമായെന്നും പ്രതി. മാനസിക നില തെറ്റിയതായി കേടൽ അഭിനയിച്ചത് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനെന്ന് നിഗമനം. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട കേടലിനെ കൂടുതൽ മനഃശാസ്ത്ര പരിശോധനകൾക്ക് വിധേയനാക്കും. പ്രതിയെ നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ്. ഖജനാവിലേക്കുള്ള വഴികൾ. ട്രഷറികളിലെ നോട്ട് ക്ഷാമം പരിഹരിക്കാൻ പുതിയ വഴികൾ തേടി സർക്കാർ. ലോട്ടറി വകുപ്പും ബിവറേജസ് കോർപ്പറേഷനും ദിവസേന ബാങ്കിൽ അടയ്ക്കുന്നതിൽ പകുതി തുക ഇനി മുതൽ ട്രഷറിക്ക് നൽകാൻ നിർദ്ദേശം. തീരുമാനം നോട്ട് ക്ഷാമം കാരണം ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ. സർക്കാർ തീരുമാനം ബാങ്ക് മേധാവികളെ അറിയിച്ചതായി ധനമന്ത്രി തോമസ് ഐസക്. ബാങ്കുകൾ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്കകം ഈ സ്ഥാപനങ്ങളുടെ പണം നേരിട്ട് ട്രഷറികളിൽ എത്തിക്കാൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ നോട്ട് ക്ഷാമം കാണിച്ച് RBI ഗവർണർക്ക് കത്തയച്ചതായും ഐസക്. അതിനിടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ട്രഷറി വഴി വിതരണം ചെയ്യുന്ന പരിഷ്കാരം ജൂൺ 1 മുതൽ നടപ്പാക്കാൻ തീരുമാനം. ഇതു സംബന്ധിച്ച് ട്രഷറികൾക്ക് നിർദ്ദേശം നൽകിയതായി ധനവകുപ്പ്. കേന്ദ്രത്തിന് നോട്ടീസ്. വോട്ടിംഗ് യന്ത്രത്തിലെ അട്ടിമറി ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നോട്ടീസ്. വോട്ടിംഗ് മെഷീനിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ മെയ് 8-നകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. അതിനിടെ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. നീക്കങ്ങൾക്ക് പിന്നിൽ പരാജയം മറച്ചുവെക്കാൻ രാജ്യസഭ പ്രവർത്തിക്കാൻ പോലും കോൺഗ്രസ് അംഗങ്ങൾ അനുവദിക്കുന്നില്ലെന്നും നായിഡു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.